സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഈ മാസം 2 പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത്. 3 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടും പേവിഷബാധയേറ്റ 7 വയസ്സുകാരി നിയ ഫൈസൽ മരിച്ചത് ഇക്കഴിഞ്ഞ മെയ് 6-നാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 3 കുട്ടികളാണ് അടുത്തിടെ സംസ്ഥാനത്ത് മരിച്ചത്. അവിടെ കൊണ്ടു ചെന്നപ്പം ഒരു കുഞ്ഞിനെയല്ലേ പട്ടി കടിച്ചത്. അപ്പം അതിൻ്റെ ആ ഒരു കെയറോ ഇല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോ അവർ കണക്കിലെടുത്തില്ല. അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ കാരണങ്ങൾ പറയുമായിരുന്നു. ആദ്യം OP ടിക്കറ്റ് എടുത്തോണ്ട് വാ, അവിടുന്ന് പിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഡോക്ടർ റൂമിൽ ആ മുറിവ് നോക്കുവോ ക്ലീൻ ചെയ്യോ ഒന്നും അവർ ചെയ്തില്ല. അവിടുന്ന് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത് പോലും. തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നതിനിടെയാണ് ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 5 മാസത്തിനിടെ പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചു. ജൂലൈ 2-ന് പേവിഷബാധയേറ്റ 2 പേരും മരിച്ചെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഴത്തിലുള്ള മുറിവുകളാണ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ ആഴത്തിലേക്കുള്ള മുറിവ് ഞരമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നെർവ് എൻട്രി ഉണ്ടായി കഴിഞ്ഞാൽ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളത് ഡോക്യുമെന്റഡ് ആണ്. വളരെ ആഴത്തിലുള്ള മുറിവാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നെർവിലേക്ക് ഡയറക്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ്. മരണങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. വാക്സിന്റെ ഗുണനിലവാരവും വാക്സിൻ പ്രോട്ടോകോളും ഉറപ്പുവരുത്താനാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവുനായ ആക്രമിച്ചത് 1.25 ലക്ഷത്തോളം പേരെയാണ്. നായപ്പേടിയിൽ പൊതുജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നതിൽ കൃത്യമായ പഠനം വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.